തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ട്രാഫിക് ജോലിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് കാർ ഡ്രൈവറെ തല്ലിയെന്ന് പരാതി. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സിജോ തോമസ് ആണ് പരാതി നൽകിയത്. ഹോംഗാർഡ് മോശമായി പെരുമാറുന്ന വീഡിയോ അടക്കമാണ് സിജോ പത്തനംതിട്ട പോലീസിനെ സമീപിച്ചത്. വണ്ടി വന്നപ്പോ ഞാൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, എപ്പോഴായിരുന്നു സംഭവം? ഉദ്യോഗസ്ഥനെതിരെ നടപടി വല്ലതുമുണ്ടോ? വിവരങ്ങളുമായി ശ്രീരാജ് ചേരുന്നുണ്ട്. ശ്രീരാജ്, എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു സിജോ തോമസും കുടുംബവും. അങ്ങനെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് എത്തിയപ്പോഴാണ് ഹോംഗാർഡിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മോശമായ ഒരു സമീപനം ഉണ്ടായത്. മോശമായ സമീപനം എന്ന് പറയുമ്പോൾ മുഖത്തടിക്കുക വരെ ഉണ്ടായി. ഈ സിജോയുടെ ഈ കാറ് ഈ ഹോംഗാർഡിന്റെ കാലിൽ തട്ടി, അല്ലെങ്കിൽ വാഹനം എത്തിയപ്പോൾ കാലിന്റെ ഭാഗത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം. ഈ കുടുംബം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആ വാഹനത്തിലുണ്ടായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകുന്നത്. നമുക്ക് സിജോയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം, വലിയ മർദ്ദനമേറ്റ പാടുൾപ്പെടെ ഉണ്ട്. എന്തായാലും അവിടെ നിന്നും പിന്നെ ഇരുവരും തർക്കമാകുന്നു. തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയ ആവശ്യം കഴിഞ്ഞ് പത്തനംതിട്ടയിൽ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസിനെ കണ്ടത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മർദ്ദനമേറ്റ ഭാഗത്തെല്ലാം, മുഖത്തിന്റെ ഭാഗത്തും താടിയലിന്റെ ഭാഗത്തും എല്ലാം കടുത്ത വേദന ഉണ്ടായതിനെ തുടർന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പിന്നീട് ചികിത്സ തേടിയത്. നിലവിൽ സിജോയും അതുപോലെ തന്നെ കുടുംബവും പറയുന്നത് മുഖ്യമന്ത്രിയടക്കം പരാതി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.